ആകാശേട്ടന് ഒരു വിവരം ഇല്ലാത്തോണ്ട് സഹദേവ് മാമൻ അന്വേഷിച്ചിറങ്ങിയത്രേ. ആകാശേട്ടന്റെ ബൈക്ക് ഏതോ വഴിയരിയിൽ കിടക്കുന്നത് സഹദേവ് മാമൻ കണ്ടൂന്ന്. മാത്രമല്ല ആകാശേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരം അറിഞ്ഞ് സ്റ്റേഷനിൽ ഇപ്പോ അമ്പിയേട്ടൻ എത്തിയിട്ടുണ്ട്. നീ ഇങ്ങനെ വേവലാത്തിപ്പെടാതെ, ഞാനൊന്ന് അഭിമന്യുവിനെ വിളിക്കട്ടെ. ഫോണിങ് തന്നെ. നോക്കിട്ട് പറഞ്ഞാൽ മതി. ശരി. അല്ല, ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്റെ അച്ഛന് പരിചയമുള്ള 1-2 IPSകാരുണ്ട് ഇവിടെ. അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എന്തായി അഭിമന്യു കാര്യങ്ങൾ? എന്തിനാ ആകാശിനെ അറസ്റ്റ് ചെയ്തേ? ആ മഹേന്ദ്രൻ കൊടുത്ത പരാതിയിൽ അറസ്റ്റ്. അമർത്തിച്ചി സ്പീക്കറിലിട്, ഞാനും കൂടെ കേക്കട്ടെ. ആകാശ് മഹേന്ദ്രനെ തല്ലിയെന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാ കേസ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൂടെ വിവേകമുണ്ട്. വിവേകിന്റെ അച്ഛന് ചില ഹയർ ഓഫീസേഴ്സിനെ അറിയാം. അവരെ കൊണ്ട് വിളിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരും. പോലീസുകാര് ആകാശിനെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ ആകാശേട്ടൻ പോലീസുകാര്. അഖില മോളെ, നീ വിഷമിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോ തന്നെ കലമ്മയെ വിളിച്ച് കാര്യം പറയാൻ പോവാ. കലയമ്മ വിചാരിച്ചാലേ ഇനി ആകാശേട്ടനെ പുറത്തിറക്കാൻ പറ്റൂ. നിങ്ങൾ വെറുതെ മണ്ടത്തരം കാണിക്കാൻ നിൽക്കില്ലേ? ഇവിടെ നടക്കുന്നത് മുഴുവൻ ആ കലാവതിയുടെയും മഹേന്ദ്രന്റെയും കളിയാ. ഈ സമയത്ത് നിങ്ങൾ അവരുടെ കാല് പിടിക്കാൻ പോകരുത്. അവരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ആകാശിനെ പുറത്തിറക്കണം. അഭിമന്യു അവരെ തെറ്റിദ്ധരിച്ച് സംസാരിക്കണ്ട. കലയമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമൃത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അഭിമന്യു ഒന്നും പറയണ്ട. അഖിലെ ആകാശിനെ ഒന്നിപ്പിക്കാൻ മഹേന്ദ്രൻ ശ്രമിച്ചപ്പോഴാ ആകാശ് എടുത്തു ചാടി ആക്രമിച്ചത്. ഇക്കാര്യത്തില് മഹേന്ദ്രനും കലയമ്മയൊക്കെ നിരപരാധികളാ. നിങ്ങളെയൊക്കെ തലയിലും ഒരിക്കലും ഒന്നും കേറില്ലേ? കലാവതി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ലെന്ന്. അഭിയേട്ടനൊന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ വേണ്ട. ആകാശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കലയമ്മയുടെ കാല് പിടിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാ. ചങ്ക് പറിച്ചു കാണിച്ചാലും ചമ്പരത്തി പോകുന്നല്ലേ പറയൂ. കലാവതി അങ്ങനെ മയക്കി വെച്ചിരിക്കുകയല്ലേ എല്ലാത്തിനും. IG വിളിച്ചു പറഞ്ഞാലേ ഞാനങ്ങ് നിക്കറി മുള്ളു വിചാരിച്ചോ? ഇനി IG അല്ല DGP വിളിച്ചു പറഞ്ഞാലും ആ ലോക്കപ്പിൽ കിടക്കുന്നവനെ ഞാൻ വിടാൻ പോകുന്നില്ല. എന്റെ ദേഹത്ത് കൈവച്ച് അവനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാ. അവനിനി പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. നാളെ നേരം വെളുക്കുമ്പോ അവന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സാറേ, ഇനി ആകാശിനെ ഉപദ്രവിക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയേക്കില്ല. അവനെ തൊട്ട് നീക്ക് എന്ത് ചെയ്യൂടാ? എന്നെ മൂക്കിക്കേറ്റോ? പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നെന്ന് ഇപ്പൊ തന്നെ സകല മീഡിയയും വിളിച്ച് പറയാം. അവര് വരട്ടെ. ആരെയാന്ന് വെച്ചാ വിളിച്ച് പറയടാ. മീഡിയക്കാരെ വന്നാ ഇവിടെ നടക്കുന്നൊക്കെ ലോകം മുഴുവൻ കാണും സാറേ. പിന്നെ സാറിന്റെ തലയിൽ ഈ തൊപ്പിയും തോളില് നക്ഷത്രമൊന്നും കാണൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാ, ആകാശിനെ ഇനി മേല് നോവിക്കരുത്. അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. വേടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.